ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേഴ്സസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റൈറ്റിങ്ങിന് പല ടൈപ്സ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പലവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. എല്ലാ ലെറ്ററും ഐ എം റൈറ്റിംഗ് ടു റെഫർ ദിസ് പേഷ്യൻ്റ്, ഐ എം റൈറ്റിംഗ് ടു ട്രാൻസ്ഫർ ദിസ് പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എഴുതും. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട്സ് ഉണ്ട്, വേറൊരു രീതിയിലും ഇത് എഴുതാൻ പറ്റത്തില്ല, ഇങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു ഡൗട്ട്സ് പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫോർമാറ്റൊന്നുമില്ല, നമുക്ക് എങ്ങനെ പല രീതിയിലൊരു റെഫർ ലെറ്ററിന് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാവരും അപ്പോൾ എൻ്റെ കൂടെ വന്നോളൂ. നമുക്ക് റൈറ്റിംഗ് ടാസ്ക് വായിച്ച് നമുക്ക് പല ടൈപ്പിലുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, യു ആർ എ നേഴ്സ് conducting a nurse home visit as part of routine follow-up care after this patient's recent hospital discharge. അപ്പം നമ്മൾ ഒരു നേഴ്സാണ്, അതായത് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ ഹോം വിസിറ്റ് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ് നമ്മൾ. പേഷ്യൻ്റ് ഡീറ്റെയിൽസ്: നെയിം മിസ് പട്രീഷ്യ സ്റ്റൈൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് 27 April 1957, ഏജ് 62, അഡ്രസ് 57 മാർക്കറ്റ് ഡ്രൈവ്, ന്യൂ ടൗൺ. Social background: retired primary school teacher, lives on her own, husband died 3 years ago, lung cancer, no children. Medical history: hypertension. Diagnosed in 2011, mild 145/95. 2013, moderate 168/105, commenced quinapril. Regular monitoring, currently well managed at around 140/90. ഇനി അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഹിസ്റ്ററി ഉണ്ട്, അടുത്ത ഡയബറ്റീസും ഉണ്ട്, അതിനെപ്പറ്റി പറയുവാണ്. ഡയഗ്നോസ്ഡ് ഇൻ 2013, പേഷ്യൻ്റ് കൗൺസിൽ റിഗാർഡിംഗ് ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡിംഗ് വെയ്റ്റ് ലോസ്. 2014, കമൻസ്ഡ് ഓറൽ ഹൈപ്പോഗ്ലൈസീമിക്സ്, മെറ്റ്ഫോമിൻ ആൻഡ് ഗ്ലൈക്കസൈഡ്, വെൽ മാനേജ്ഡ് ജനറലി. അപ്പം ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അപ്പം അതിന് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പം ഇനി ഡിപ്രഷൻ. ഡയഗ്നോസ്ഡ് ഇൻ June 2016, ട്രിഗേർഡ് ബൈ ഡെത്ത് ഓഫ് ഹസ്ബൻഡ്, regular counseling since July 2016 to control mood swings and support DM management. ഡിപ്രഷന് മെഡിസിനൊന്നും എടുക്കുന്നില്ല, കൗൺസിലിങ് പിന്നെന്താ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി: മദറിന് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഉണ്ട്. ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുകയാണ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, നോൺ സ്മോക്കറാണ്. 1 to 2 glasses വൈൻ പെർ വീക്ക് കുടിക്കും. എക്സസൈസ്, വോക്സ് ഡോഗ് 20 minutes ഡെയിലി. ഡയറ്റ്, ഓൺഗോയിങ് കൗൺസിലിംഗ് റിഗാർഡിംഗ് ഡയബറ്റീസ് മെലിറ്റസ് മാനേജ്മെൻറ്റ്, മെയിൻറ്റെയിൻ ബാലൻസ് ഡയറ്റ്. പിന്നെ മെഡിസിൻ എടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ക്വിനാപ്രിൽ ഓറൽ 40 mg 2 times a day. പിന്നെ അതിൻ്റെ താഴോട്ട് മെറ്റ്ഫോമിനും ഗ്ലൈക്കസൈഡും എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്, അത് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത് അവരുടെ ഹിസ്റ്ററി പറഞ്ഞിരിക്കുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്: ഗ്രീൻ വാലി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ് 23/8/2009 ഹോസ്പിറ്റലിൽ പോയി. പേഷ്യൻ്റ് വിസിറ്റിംഗ് സിസ്റ്റർ ഫോർ വീക്കെൻഡ്. സിസ്റ്റർ ലീവ്സ് 3 hours away ഫ്രം ഹോസ്പിറ്റലുള്ള റെക്കോർഡ് പറയുകയാണ്. പേഷ്യൻ്റ് വിസിറ്റിംഗ് സിസ്റ്റർ ഫോർ വീക്കെൻഡ്. സിസ്റ്റർ ലീവ്സ് 3 hours away ഫ്രം ന്യൂ ടൗൺ ഇൻ ഗ്രീൻ വാലി. പേഷ്യൻ്റ് അഡ്മിറ്റഡ് ടു ഗ്രീൻ വാലി ഹോസ്പിറ്റൽ ലേറ്റ് ഈവനിങ് വിത്ത് ഫീവർ, ഷാർപ്പ് ആൻഡ് പ്ലൂറിറ്റിക് ചെസ്റ്റ് പെയിൻ, വേഴ്സ് ഓൺ ബ്രീത്തിങ്, ജനറൽ വീക്ക്നെസ് ആൻഡ് മലീസ്, ടെക്കികാർഡിയ. അപ്പോൾ ഇത്രയും കംപ്ലയിൻസ് ആയിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. ഫീവറും ചെസ്റ്റ് പെയിനൊക്കെ ആയിട്ട് ഈ സിസ്റ്ററിനെ വിസിറ്റ് ചെയ്യാൻ പോയ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ടെക്കികാർഡിയ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ 23 ലേറ്റ് ടൈമിൽ അഡ്മിറ്റായി. 24 അസസ്മെൻറ്റ് ചെയ്തു. വൈറ്റൽ സയൻസ്, റെസ്പിറേഷൻ അതൊക്കെ പറയുന്നുണ്ട്. അസസ്മെൻറ്റ് ഫൈൻഡിങ്സ് 24 കൊടുത്തിട്ടുണ്ട്. റെസ്പിറേറ്ററി റേറ്റ് 29, ബ്ലഡ് പ്രഷർ 170/106, ഹാർട്ട് റേറ്റ് 98, ടെമ്പറേച്ചർ 39.3. ഫുൾ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്തു. ESR എലിവേറ്റഡ്, CRP എലിവേറ്റഡ്, വൈറ്റ് സെൽ കൗണ്ട് എലിവേറ്റഡ്, ടോട്ട് സ്വാബ് ചെയ്തു, വൈറൽ ഇൻഫ്ലുവൻസ ടൈപ്പ് B, ചെസ്റ്റ് എക്സ്റേ നോർമൽ, എക്കോകാർഡിയോഗ്രാം, പെരിക്കാർഡൈറ്റിസ് കാണിക്കും. മാനേജ് ചെയ്ത് എങ്ങനെയാണ്? IV സലൈൻ, ഇബുപ്രൂഫിൻ 600 mg every 8 hours. ഇവാലുവേഷൻ: വൈറൽ ഇൻഫ്ലുവൻസ ടൈപ്പ് B പ്ലസ് പെരിക്കാർഡൈറ്റിസ് ആണ്. പിന്നെ 25th പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്തു. അഡ്വൈസ്ഡ് ഓൺ സെൽഫ് കെയർ അറ്റ് ഹോം. പിന്നെ നീസ് ഡ്രൂ പേഷ്യൻ്റ് ഹോം ആൻഡ് അഗ്രീഡ് ടു സ്റ്റേ ഓവർനൈറ്റ് ഫോർ 3 nights. ഫോളോ അപ്പ് നഴ്സ് ഹോം വിസിറ്റ് അറേഞ്ച്ഡ് ഫോർ 30/8/2019. അപ്പം ഇതെല്ലാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി പറഞ്ഞു. പേഷ്യൻ്റ് 25th ഡിസ്ചാർജായി.
30 ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്തു. 30 ഈ നഴ്സ് ഹോം വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടുപിടിച്ചാണ്. ഒബ്സർവേഷൻസ് ആണ്: പേഷ്യൻ്റ് അൺഹാപ്പി, റിപ്പോർട്ട്സ് ഫീലിംഗ് ചെസ്റ്റ് പെയിൻ, റിലീവ്ഡ് ബൈ സിറ്റിംഗ് അപ്പ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, fatigue, frustrated with progress of recovery, medication adherence, reports compliance and regular blood glucose monitoring. വൈറ്റൽ സൈൻസ് ചെയ്തു. ലോ ഗ്രേഡ് ഫീവർ ഉണ്ട് 38.1, എലിവേറ്റഡ് റെസ്പിറേറ്ററി റേറ്റ് ആണ് 28, ഹാർട്ട് റേറ്റ് 115, 115, ബ്ലഡ് പ്രഷർ 125/78, യൂഷ്വൽ ബി പി 140, 90 ആണ്. അപ്പം നീസ് നോ ലോങ്ങർ സ്റ്റേയിങ് ഓവർ നൈറ്റ്, വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഇൻ ഗ്രീൻ വാലി. അപ്പം അതായത് 30th ഹോം വിസിറ്റ് ചെയ്തപ്പോഴാണ് ഈ പേഷ്യൻറ്റ് പെയിനും ചെസ്റ്റ് പെയിനും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെന്തോ അപ്പം ഇതൊരു പക്ഷേ പെരിക്കാർഡൈറ്റിസിൻ്റെ ഒരു ഇത് തന്നെയായിരിക്കും, ആ സിംറ്റംസ് തന്നെയാണ്. അപ്പം അസസ്മെൻറ്റ് ചെയ്ത് പേഷ്യൻ്റ് അൺവെൽ, നോ ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നുമില്ല, റിലാപ്സ് ഓർ കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. അപ്പം ഇംപ്രഷൻ പറഞ്ഞേക്കുന്നത് കോംപ്ലിക്കേഷൻ ഓഫ് പെരിക്കാർഡൈറ്റിസ് ആണോ എന്ന്. പ്ലാൻ, ഓർഗനൈസ് സർജൻ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ടു ന്യൂ ടൗൺ ഹോസ്പിറ്റൽ, റൈറ്റ് റെഫറൽ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻക്ലൂഡിംഗ് റെലവൻറ്റ് മെഡിക്കേഷൻസ്, പേഷ്യൻ്റ് ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്സ്, ഒബ്സർവേഷൻസ്. അപ്പം നമ്മൾ റെഫറൽ ലെറ്ററാണിത്. മെഡിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം, പേഷ്യൻ്റെ ഹിസ്റ്ററി വേണം, ടെസ്റ്റ് റിസൾട്ട്സ് ഓർ ഒബ്സർവേഷൻസ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ലെറ്ററിൽ എഴുതുമ്പോൾ നമ്മൾ ടെസ്റ്റ് റിസൾട്ട്സ്, പേഷ്യൻ്റെ ആ പഴയ റിപ്പോർട്ട്സും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന എഴുതുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട്സ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ റൈറ്റിംഗ് ടാസ്കിലോട്ട് പോകണം. ഓക്കെ, യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട്സ്, റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഓൺ ഡ്യൂട്ടി. സോ നമ്മൾ എഴുതുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഔട്ട്ലൈനിങ് ദ കേസ്, എന്താണ് കേസ് എന്ന് പറയുക. ആൻഡ് റിക്വസ്റ്റിംഗ് അർജൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ പെരിക്കാർഡൈറ്റിസ്. പെരിക്കാർഡൈറ്റിസിന് വേണ്ടിയിട്ട് പെരിക്കാർഡൈറ്റിസിന് അർജൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എമർജൻസി ഡോക്ടറിന് ലെറ്റർ എഴുതുകയാണ്. അഡ്രസ്സ് തന്നിട്ടുണ്ട്. അഡ്രസ് ദ ലെറ്റർ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഓൺ ഡ്യൂട്ടി, ന്യൂ ടൗൺ ഹോസ്പിറ്റൽ, 100 മെയിൻ സ്ട്രീറ്റ്, ന്യൂ ടൗൺ. പിന്നെ നമ്മൾ ആൻസറിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡു നോട്ട് യൂസ് നോട്ട് ഫോം, യൂസ് ലെറ്റർ ഫോമാറ്റ് 180 to 200 വേർഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഒരു ലെറ്ററിന് തന്നെ നമുക്ക് പല ടൈപ്പിൽ അങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എഴുതുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻറ്റിനാണ്. പിന്നെ എഴുതുന്ന ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. പിന്നെ ഒരു അർജൻറ്റ് അറ്റൻഷൻ വേണ്ടി ഒരു ലെറ്റർ ആയത് പറഞ്ഞിട്ടുണ്ടല്ലോ. അർജൻറ്റ് അസസ്മെൻറ്റ് വേണം, മാനേജ്മെൻറ്റ് വേണം, എന്തിന് ഫോർ പെരിക്കാർഡൈറ്റിസ്. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ എന്തോ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ്, അതായത് പെരിക്കാർഡൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷനാണ് അത് നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ അർജൻറ്റ് അസസ്മെൻറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പർപ്പസിൽ മെൻഷൻ ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെ പലതരത്തിൽ, അതായത് യൂഷ്വലി ഐ എം റൈറ്റിംഗ് ടു റെഫർ എന്നല്ലാതെ പലതരത്തിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാമേ. The purpose of this letter is to request an immediate assessment and treatment for Miss Childs, who is suspected to have complications of pericarditis. അതായത് പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു രീതി, ഐ എം റൈറ്റിംഗ് ഇൻ റിഗാർഡ്സ് ഓഫ് മിസ് ചൈൽഡ്സ് ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. ഷീ റിക്വയർസ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. 2 സെൻറ്റൻസ് ആക്കി പറഞ്ഞേക്കുവാണ്. അതായത് ഐ ആം റൈറ്റിംഗ് ഇൻ റിഗാർഡ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. മൂന്നാമത്തേത്, ദിസ് ഈസ് ടു റിക്വസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ മിസ് ചൈൽഡ്സ് ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. ദിസ് ഈസ് ടു റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അർജൻറ്റ് അസസ്മെൻറ്റ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, അത് വേണമെങ്കിൽ സിമ്പിൾ സെൻറ്റൻസ് ആക്കി എഴുതാം, കോമ്പൗണ്ടായിട്ട് എഴുതാം. നാലാമത്, ദിസ് ലെറ്റർ വിൽ ഇൻട്രൊഡ്യൂസ് മിസ് ചൈൽഡ്സ് ഹു റിക്വയർസ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആസ് ഷീ ഈസ് എക്സ്പീരിയൻസിങ് സിംറ്റംസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. ദിസ് ലെറ്റർ വിൽ ഇൻട്രൊഡ്യൂസ് മിസ് ചൈൽഡ്സ്, അങ്ങനെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 4 രീതി സ്റ്റാർട്ട് ചെയ്യാം. ദ പർപ്പസ് ഓഫ്, ഇപ്പം നമ്മൾ വായിച്ചു വെച്ചാൽ 4 രീതികൾ ഞാൻ പറയാം. പർപ്പസ് ഓഫ് ദ ലെറ്റർ ഈസ് ടു എന്ന് പറഞ്ഞ് എഴുതാം. ഐ എം റൈറ്റിംഗ് ഇൻ റിഗാർഡ്സ് ഓഫ് എന്ന് പറഞ്ഞ് എഴുതാം. ദിസ് ഈസ് ടു റിക്വസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ 5-മത്തേത്, ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ് ചൈൽഡ്സ് ഹു റിക്വയർസ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ആസ് ഷീ ഈസ് എക്സ്പീരിയൻസിങ് സിംറ്റംസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. ഐ ആം റൈറ്റിംഗ് ടു റെഫർ, സാധാ രീതിയിൽ എഴുതി. ഇനി 6-മത്തെ മെത്തേഡ്, ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ ഈസ് ടു റിക്വസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ അബവ് മെൻഷൻ പേഷ്യൻറ്റ് ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. റെഫറൻസിൽ പേഷ്യൻ്റെ പേര് എഴുതുന്നുണ്ട്, താഴെ അബവ് മെൻഷൻ പേഷ്യൻ്റ് എന്ന് എഴുതി. ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതി, സ്റ്റാർട്ട് ചെയ്തു ഇൻട്രൊഡക്ഷൻ. അടുത്ത 7-മത്തെ, ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ അബവ് മെൻഷൻ പേഷ്യൻറ്റ് ആസ് ഷീ ഈസ് എക്സ്പീരിയൻസിങ് സിംറ്റംസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പം നമുക്ക് പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഐ ആം റൈറ്റിംഗ് ടു റെഫർ, ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ ഈസ് ടു, പിന്നെ ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ സാധാരണ എല്ലാവരും എഴുതുന്നത് ഐ ആം റൈറ്റിംഗ് ടു റെഫർ ദിസ് പേഷ്യൻറ്റ് ഇൻ ടു യുവർ കെയർ, ഐ ആം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ആൻ അർജൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ എന്താ പറയുന്നത് ഫോർ സോ ആൻഡ് സോ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് എഴുതും. അപ്പം ആ രീതിയിലെല്ലാം നമുക്കൊരു വെറൈറ്റി, അതായത് പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും. പിന്നെ അതിപ്പം ഓരോരുത്തർ ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ റൈറ്റിംഗ് ടു റെഫർ ദിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എഴുതുകയാണ്. അപ്പം നമുക്കിത് ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ തന്നെ പല രീതിയിൽ, അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ലെറ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ പർപ്പസിന് നല്ല വെയിറ്റേജ് ഉണ്ട് പുതിയ മാർക്കിംഗ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളത് എല്ലാം അതായത് ക്ലിയർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എട്ടാമത്തെ വേറൊരു മോഡൽ, മിസ് ചൈൽഡ്സ് ഈസ് ബീങ് റെഫേർഡ് ടു യു ഫോർ ആൻ അർജൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഷീ ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. അതായത് ഇവിടെ ആൾ സോ ആൻഡ് സോ ഈസ് ബീങ് റെഫേർഡ് ടു യു ഇന്ന ആളിലോട്ട് റെഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഈസ് ബീങ് റെഫേർഡ് ടു യു എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും. വേറൊരു മെത്തേഡ്, the intention of writing this letter is to introduce Miss Childs who is experiencing symptoms of pericarditis. She requires an urgent assessment and further management. അപ്പോൾ intention of writing this letter എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ this letter will introduce Miss Childs who requires an emergency assessment because she is suspected to have complications of pericarditis. This letter will introduce എന്ന് പറഞ്ഞ് എഴുതാം. അതും അല്ലെങ്കിൽ ഐ റെഫർ ദ എബോവ് മെൻഷൻ പേഷ്യൻ്റ്, അല്ലെ ഐ റെഫർ സോ ആൻഡ് സോ ഹു റിക്വയർസ് ആൻ അർജൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഷീ സസ്പെക്റ്റഡ് ടു ഹാവ് കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ എഴുതാം. അപ്പോൾ ദ ഇൻറ്റൻഷൻ ഓഫ് റൈറ്റിംഗ് ദിസ് ലെറ്റർ, അല്ലെ ദിസ് ലെറ്റർ വിൽ ഇൻട്രൊഡ്യൂസ്, ഐ റെഫർ ദ എബോവ് മെൻഷൻ പേഷ്യൻറ്റ്, അല്ലെ സോ ആൻഡ് സോ ഈസ് ബീങ് റെഫേർഡ്, പിന്നെ ദ പർപ്പസ് ഓഫ് ദിസ് ലെറ്റർ, അങ്ങനെയൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമുക്ക് റീഡറിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിന്നാൽ ഒരു പക്ഷേങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് എക്സാമിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും, ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, ഓരോന്നിനും പല പല രീതിയിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് പല പല രീതിയിൽ നമ്മൾ ഒരു ടാസ്ക് തന്നെ എടുത്തിട്ട് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കും. നമ്മൾ 4-5 പ്രാവശ്യം എഴുതും, 4-5 രീതിയിൽ എഴുതാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇൻട്രൊഡക്ഷനും പല രീതിയിൽ ബോഡി ഓർഗനൈസ് ചെയ്ത് നോക്കുക, ഏത് ബെസ്റ്റാണെന്ന് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യുക. വേറെ 12ാമത്തെ ഒരു മോഡൽ, മിസ് ചൈൽഡ്സ് who is presently experiencing symptoms of pericarditis or complications of pericarditis is being referred to you for an emergency assessment and treatment. അപ്പം പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ the letter is intended to introduce Miss Childs who is suspected to have complications of pericarditis. She requires an urgent assessment and further management. The letter is intended to introduce എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് ഏകദേശം ഒരു 14 രീതിയിൽ ഇനിയും നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുതി നോക്കിയപ്പോൾ എനിക്ക് ഇത്രയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഐ ആം റൈറ്റിംഗ് ടു റെഫർ ദിസ് പേഷ്യൻ്റ് എന്നല്ലാതെ നമുക്ക് ഇത്രയും രീതിയിൽ ഇനിയും പല പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ലെറ്റർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മളത് 4-5 പ്രാവശ്യം എഴുതുമല്ലോ, അതിന് ആൻസർ എഴുതുമ്പോൾ പലതരത്തിൽ ഇൻട്രൊഡക്ഷൻ, പലതരത്തിൽ ബോഡി പാരഗ്രാഫ്സ് ഓർഗനൈസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ അവസാനം നോക്കുക ഏതാണ് ഇച്ചിരി നന്നായിട്ട്, അതായത് നല്ലതായിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു ഇമ്പ്രസീവായിട്ട് തോന്നുന്നു നോക്കുക. അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പം ഈ ഒരു കേസ് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു നോൺ കേസാണ് എങ്ങനെ എഴുതാമെന്നൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.